ഇത്തിരി പോലുള്ളൊരു പാഷൻ ഫ്രൂട്ട് നട്ടിട്ട് ഞാൻ 2 മാസം കഴിഞ്ഞു ഗൈസ്. 2-3 മാസമായി. അതാ ഇതിപ്പോൾ വളർന്നതാ. പുഴുക്കളൊക്കെ ഇലകളെ പറ്റ പുഴുക്കളെ തിന്നു ഗൈസ്. ഇതൊക്കെ ഉണ്ടോ മുഴുവനായി പുഴുക്കളെ തിന്നിട്ട് അതിലേക്ക് ഫുള്ള് വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ. ചൂടിക്കയറും ഇത് നൈലോൺ കയറെന്ന് പറയും. ഇതൊക്കെ കെട്ടിക്കൊടുത്തിട്ട് മുകളിലേക്ക് പടർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര വെയിൽ ഇവിടെ. വെയിലിന് തണലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് നട്ടതാണ്. പക്ഷെ ഒരു തരം പുഴു വന്നിട്ടില്ലേ. ഇപ്പോൾ ഇതിനൊക്കെ കുറച്ച് പുഴു കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ പുഴു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിൽ മുട്ടിട്ടു ഗൈസ്. പൂക്കളൊന്നും തോന്നും. ഇനിയിപ്പോൾ വലയിടണം. എന്നിട്ടതിന് നല്ല ഭംഗിയിൽ കൊണ്ടുപോകാം. ഇതൊക്കെ അടുക്കാന്നറിയില്ല. അടുക്ക മുളപ്പിച്ചിട്ട് കവുങ്ങിൻ്റെ തൈ ഇത്രയായതാണ്. ഇതൊക്കെ അടുക്ക മുളപ്പിച്ചിട്ടായതാണ്. അടുക്ക ഇതും അടുക്കയിൽ തന്നെ അതാണ്. 4-5ഓളം കവുങ്ങിൻ തൈകൾ. പിന്നെ വാഴ അപ്പുറത്ത് കിട്ടുന്ന ഒരു വാഴ തന്നെയാണ്. ഇവിടെയുണ്ട് ചെറിയ കവുങ്ങിൻ്റെ ചെറിയ കുഞ്ഞിട്ട്. അപ്പുറത്ത് തണ്ടലിന് വേണ്ടിയിട്ട് അവർ തന്നെയാണ് വാഴ. അൽഹംദുലില്ലാ അതും കുളിച്ചു ഗൈസ്. വാഴക്കുണ്ട്. ഇതൊക്കെ വേണമില്ല. നിങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം. കണ്ടില്ലേ വാഴ കുളിച്ചു ഗൈസ്. ഇതിൻ്റെ മോക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ചിക്കുൻ്റെ തൈയാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് കൊടുത്ത ചിക്കുൻ്റെ തൈ. ഇതും അത്യാവശ്യം വളർന്നിട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാൻ ഇവിടെയും ഒരു വാഴയുണ്ട്. കണ്ടോ അത് കൊളിച്ചിട്ടൊന്നുമില്ല ഗൈസ്. പിന്നെ പപ്പായ നിറയെ പപ്പായ ഉണ്ട് ഗൈസ്. റൗണ്ടിലുള്ള പപ്പായാണിത്. അതിൽ കന്നൊക്കെ വന്നിട്ടുണ്ട് വാഴയിൽ. ഇതാണ് നമ്മുടെ അവസ്ഥ. അതിലൊന്നുമില്ല ഗൈസ്. വാഴ കൊലച്ചില്ല. പക്ഷെ കൊലക്കുമായിരിക്കും. എന്ത് വാഴയെന്നൊന്നും അറിയില്ല. നിയന്ത്രണ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ ചിക്കു മുളകിൻ്റെ തൈയിൽ കുറേ മുളക് പിടിച്ചായിരുന്നു. കവുങ്ങിൻ തൈ, വാഴ, ഇത് മുളകിൻ്റെ തൈയാണ്. ഇവിടെ ഉണ്ടൊരു വാഴ. ഇതൊക്കെ നല്ല തണലാണ്. ചെടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്കുള്ള ആകെയുള്ള തണൽ അപ്പുറത്തെ വീട്ടിലെ ഈ തെങ്ങിൻ തൈകളാണ് ഗൈസ്. നല്ല കാറ്റും തണലും കിട്ടുന്നുണ്ട്. ഈ തെങ്ങിൻ തൈകളാണ് തണലായിട്ടുള്ളത്. അത് നോക്കുന്നുണ്ടോ ഇതുപോലെ തണൽ മരങ്ങൾ. അപ്പുറത്തെ വീട്ടിൽ ചിക്കു പിടിച്ചു ഗൈസ്. ഇത് കണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടാണെന്ന് നോക്കിയേ. അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ ചിക്കു. അവർക്ക് കണ്ടിനോന്നറിയില്ല. ആ ഒരു പ്രാവശ്യം അവിടെ മാങ്ങയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മാവിൻ്റെ തൈയില്ലേ, അതിൽ മാങ്ങയുണ്ടായിരുന്നു. അവിടെ മുരിങ്ങയില്ല. അവർ മുരിങ്ങയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് മുരിങ്ങയൊക്കെ തന്നായിരുന്നു. അപ്പോൾ ഇതും കൊലക്കുമായിരിക്കും. ഭയങ്കര കാറ്റിലിതാ. നമ്മൾ ഇത്ര വരെ എത്തുന്നേ വിചാരിച്ചിട്ട് ഈ വാഴ അങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ കുളിച്ചതിലൊരു സന്തോഷം. പക്ഷേ പഴത്തിന് വേണ്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് നല്ലൊരു തണലാണ്. നല്ലൊരു തണലാണ്. തെങ്ങിൻ തൈയൊക്കെ നട്ടായിരുന്നു. പക്ഷെ ആവുന്നതേ ഉള്ളൂ. ഇവിടെയുണ്ട് പപ്പായ. കണ്ട പപ്പായ എല്ലാത്തിനും വലിയൊരു പപ്പായ ഉണ്ട്. എന്താ ഇതില്ലേ കാണുന്നുണ്ടോ എന്നറിയില്ല. വലിയൊരു പപ്പായ ഉണ്ട്. നിറയെ പപ്പായ ഉണ്ട്. കറിവേപ്പില ചെറുതായിട്ട് ആവുന്നുണ്ട്. കുറേ മുളക് പിടിച്ചായിരുന്നു കേട്ടോ. മുളകിൻ്റെ തൈയിൽ
ഒരു മണ്ണിടിച്ച് ഫുള്ള് പോയി. കോയൊക്കെ കുറേ പിടിച്ചു, കുറേന്ന് വെച്ചാൽ കുറേ പിടിച്ചു. പാതിയിലെ തെത്ത് വരുന്നുണ്ട്. ചെറിയൊരു പ്ലാവിൻ്റെ തൈയാണ്. പിന്നെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ചക്കപ്പഴം എന്ന് പറയുന്നതിന് ഇതൊക്കെ പുഴുക്കൾ തിന്നിട്ടിടാ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് ഗൈസ്. ഇത് മുളകിൻ്റെ തൈയാണ്. നിറയെ മുളക് പിടിച്ചായിരുന്നു ഇതിൽ. ഇവിടെയും ചെറിയൊരു പപ്പായ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടെ. ഇവിടെയൊക്കെ ഫുൾ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കണ്ട ഫുള്ള് കല്ലും മണ്ണൊക്കെ കൂട്ടി ഫുൾ വൃത്തികേടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വൃത്തിയായതിന് ഒരാളെ വരാൻ പറഞ്ഞിട്ടുണ്ട് വൃത്തിയാക്കാൻ. വൃത്തിയായതിന് ശേഷം കോയക്കെ അങ്ങനെ കോയൻ്റെ വള്ളി അങ്ങനെയൊക്കെ എല്ലാം നടാമെന്ന് വിചാരിച്ചു.